ഹായ് ഫ്രണ്ട്സ്, ഇൻഫിനിറ്റി ഡിസൈനിൻ്റെ മറ്റൊരു ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെയ്യുന്നത് ക്ലോത്ത് ഡിസൈൻ ചെയ്യുന്നതാണ്. ക്ലോത്ത് എങ്ങനെ വരക്കാം എന്നതാണ് ഇന്നത്തെ ഒരു ട്യൂട്ടോറിയൽ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇൻഫിനിറ്റി ഡിസൈൻ ആപ്ലിക്കേഷൻ ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇമേജ് ലെയർ കൊടുത്ത് ഗാലറിയിൽ നിന്ന് ഫോട്ടോ ആഡ് ചെയ്യാം. ഓക്കെ, ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട്. ട്രേസ് ഓപ്ഷൻ കൊടുത്ത് ടിക്ക് നൽകുക. എന്നിട്ട് ട്രേസ് ഫോട്ടോയുടെ ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഔട്ട്ലൈൻ ഇട്ട് വരയ്ക്കുന്നവരാണെങ്കിൽ നേരിട്ട് മുഴുവനായി ഔട്ട്ലൈൻ ഇടുക. അല്ലാത്തവർ ടൂൾസിലേക്ക് വന്ന് ലേസി ടൂൾ യൂസ് ചെയ്യുക. അതുപോലെ ലാസോ ബ്രഷും എടുക്കുക. ഇതിലേക്ക് നേരിട്ട് കളറുകൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം ഒരു കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അപ്പോൾ അതിനായിട്ട് ഔട്ട്ലൈൻ ഇടുന്നതിന് മുമ്പേ ചെറിയൊരു മനസ്സിലാക്കാൻ വേണ്ടി, ഇപ്പോൾ റെഫറൻസ് ഫോട്ടോയെ തിരിയാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഈ ലെയറിൽ സെലക്ട് ചെയ്തിട്ട് ഒപ്പാസിറ്റി ഒരു 50 ആക്കി വെക്കുക. എന്നിട്ട് നമുക്ക് ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കാം. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഔട്ട്ലൈൻ ഇട്ടിട്ട് ഡ്രോയിങ് ചെയ്യുന്നവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാതെ ഔട്ട്ലൈൻ ഇടാതെ ഇതുപോലെ കളർ മാത്രം കൊടുക്കുന്നതാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് കടക്കാം. സെക്കൻഡ് സ്റ്റെപ്പ് ഇനി ഷെയ്ഡിങ് ആണ്. അപ്പോൾ ആദ്യം ബ്ലാക്ക് കളർ സെലക്ട് ചെയ്ത് പുതിയ ലെയർ സെലക്ട് ചെയ്യണം. എന്നിട്ട് ഇപ്പോൾ ചെയ്ത ഈ കളറിങ്ങിൻ്റെ ലെയർ ഒപ്പാസിറ്റി കുറച്ച് വയ്ക്കുക. എന്നിട്ട് റെഫറൻസ് ഫോട്ടോ ആഡ് ചെയ്യുക. എന്നിട്ട് ബ്ലാക്ക് ഡാർക്കായിട്ടുള്ള ഭാഗങ്ങളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ സെക്കൻഡ് സ്റ്റെപ്പിലെ ഫസ്റ്റ് ഷെയ്ഡിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഷെയ്ഡിങ് വരണം. അപ്പോൾ അതിനായിട്ട് നേരത്തെ ഈ ഔട്ട്ലൈൻ ഒന്ന് ഹൈഡ് ചെയ്ത് വെച്ചാണ്, കളർ ഹൈഡ് ചെയ്ത് വെക്കുകയാണ്. പുതിയ ലെയർ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ ഔട്ട്ലൈൻ താഴേക്ക് വെക്കുക. റെഫറൻസ് ഫോട്ടോ ആഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഈ കളറിൻ്റെ ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് കളർ അടിച്ചു കൊടുക്കാം.
അങ്ങനെ സെക്കൻഡ് ഷെയ്ഡിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി തേർഡ് ഷെയ്ഡിങ്ങിലേക്ക് കിടക്കാം. അതിനായിട്ട് വീണ്ടും ഒപ്പാസിറ്റി കുറക്കാണ്. ഓക്കെ, ഒപ്പാസിറ്റി കുറച്ചു. ഇനി അടുത്ത ഷെയ്ഡിങ്ങിലേക്ക് കിടക്കാം. അങ്ങനെ ആ ഒരു ഷെയ്ഡിങ് ഭാഗവും കംപ്ലീറ്റ് ആയി. ഇനി നേരത്തെ ചെയ്തതുപോലെ വീണ്ടും ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യുന്നു. നമുക്ക് അടുത്ത ഷെയ്ഡിങ് നൽകണം. അപ്പോൾ അതിനായിട്ട് പുതിയ ലെയർ പിന്നെയും ക്രിയേറ്റ് ചെയ്യുന്നു, താഴെയാക്കി വെക്കുന്നു. ഓക്കെ, ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ ഹൈഡ് ചെയ്ത് വെച്ച പിക്ചർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുവരെ ചെയ്തതൊക്കെ മെർജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ലെയർ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇതുപോലെ മെർജ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം. ലാസ്റ്റ് സ്റ്റെപ്പാണ് ഇതിൽ ഹൈലൈറ്റിങ്. അപ്പോൾ ഹൈലൈറ്റിങ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ പുതിയ ലെയർ സെലക്ട് ചെയ്യുന്നില്ല, ഡ്രോയിങ് ലെയർ തന്നെ ചെയ്യാണ്. അപ്പോൾ വൈറ്റ് കളർ സെലക്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇതുപോലെ ഇങ്ങനെ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഹൈലൈറ്റിങ് ചെയ്തത് കംപ്ലീറ്റ് ആയി. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഷാർപ്പാണ് ഹൈലൈറ്റിങ് ഒക്കെ. അപ്പോൾ ഇതൊന്ന് ശരിയാക്കണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ടൂൾസിലേക്ക് വന്ന് ഗ്രേഡിയൻ്റ് ഓപ്ഷൻ എടുത്ത് അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള കളർ ഒപ്പാസിറ്റി കുറച്ച് വെച്ചാൽ മതി. മറ്റേ ഭാഗത്തുള്ള കളർ ഒരു 50 ആക്കി വെക്കുക. ഓക്കെ, അങ്ങനെ മുഴുവനായി ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ നമ്മുടെ ഡ്രോയിങ് കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ ഗ്രേഡിയൻ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് മുഴുവനായി ഷെയ്ഡിങ് നൽകാം. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഫീലിംഗ് ലഭിക്കുകയും ചെയ്യും. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ഹൈലൈറ്റിങ് മാത്രം ഗ്രേഡിയൻ്റ് കൊണ്ട് ചെയ്തിട്ടുള്ളൂ. Okay, അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.